ഫ്യൂരിയോസ മാഡ് മാക്സ് സാഗ. മാഡ് മാക്സ് ഫ്യൂറി റോഡ് എന്ന സിനിമയുടെ ഒരു പ്രീക്വലായിട്ടാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. മാഡ് മാക്സ് ഫ്യൂറി റോഡ് എന്ന സിനിമയിൽ ഫ്യൂരിയോസ് എന്ന ക്യാരക്ടറിന്റെ ഒരു പാസ്റ്റ്, ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് എത്രത്തോളം ആ ഒരു ഫ്രാഞ്ചൈസിനെ തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ എത്രത്തോളം ഫൺ എന്റർടൈനിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 ഇറങ്ങിയ മാഡ് മാക്സ് ഫ്യൂറി റോഡിന് ആ റേഞ്ച് എത്തിയിട്ടില്ലേ പോലും നല്ലൊരു സാറ്റിസ്ഫൈങ് സ്പിൻ ഓഫ് ആണെന്ന് തന്നെ പറയാം ഫ്യൂരിയോസിയ മാഡ് മാക്സ് സാഗ. നമ്മൾ ആ ഒരു പാട്ട് എൻജോയ് ചെയ്തതിന്റെ എല്ലാ സംഭവം ഇതിനകത്തുണ്ട്. ഗംഭീര പ്രൊഡക്ഷൻ ഡിസൈൻ, സെറ്റ് വർക്ക്, ആർട്ട് വർക്ക്, സൂപ്പർബ് ആക്ഷൻ ആൻഡ് ചേസ് സീക്വൻസസ്, വേൾഡ് ബിൽഡിംഗ്, പിന്നെ എല്ലാ തരം ഓഡിയൻസായിട്ട് കണക്ട് ആവാൻ വേണ്ടിയും ഉള്ള കുറച്ചും കൂടെ കൂടുതൽ ഇമോഷൻസ് ആൻഡ് ഡ്രാമയും ആഡപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആ ഒരു ഇൻസ്റ്റാൾമെന്റ് അത്രയും മാഡ്നസ് ഇല്ലേ പോലും ഇതിനകത്തും അത്യാവശ്യം മാഡ്നസ് ഉണ്ട്. ജോർജ് മില്ലർ എന്ന ഡയറക്ടർ 79 വയസ്സിലാണ് ഇത്രയും വലിയൊരു വേൾഡ് ബിൽഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. ആളുടെ ടെറിട്ടറിയാണ് ഈ ഒരു മാഡ് മാക്സ് ഫ്രാഞ്ചൈസ്. അതിന് ഒരു രീതിയിലും ബ്ലാക്ക് മാർക്ക് വരുത്താറുണ്ട്, നല്ല രീതിയിൽ തന്നെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ പെർഫോമൻസ്, ആനിയ ടൈലറിന്റെ സ്ക്രീൻ പ്രസൻസ് സൂപ്പർബ് ആയിരുന്നു. പിന്നെ എടുത്തു പറയുന്നത് ക്രിസ് ഹെംസ്വർത്ത് ആണ്. തോർ എന്ന ക്യാരക്ടറിന്റെ ഷാഡോ നിന്ന് കംപ്ലീറ്റ്ലി മാറിയ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ചെയ്ത് വെച്ച മേക്കപ്പ്, കോസ്റ്റ്യൂംസ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ DOP ആൻഡ് എഡിറ്റിംഗ് ഒരു ഭയങ്കര വിഷ്വൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു വേൾഡിനെ കംപ്ലീറ്റ്ലി ബിലീവബിൾ ആക്കി നമ്മളെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആക്ഷൻ സീക്വൻസസ്, ചേസ് സീക്വൻസസ് എല്ലാം വെരി വെൽ ഷോട്ട് ആൻഡ് എഡിറ്റഡ്. ഈ ഒരു സിനിമ ഒരു ഫോൺ സ്ക്രീനിലോ TV സ്ക്രീനിലോ കാണേണ്ട സംഭവം അല്ല എന്നാണ് പറയുന്നത്. ഇതിൽ ഓരോ ടെക്നിക്കൽ ആസ്പെക്ട്സ് അത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കുഞ്ഞ് റിവൻ സ്റ്റോറി മാത്രമാണ്, ടോൾഡ് ഇൻ എ ഡിഫറെന്റ് മാനർ. സെക്കൻഡ് ഹാഫിന്റെ പാതി വരെ ജോർജ് മില്ലറിന് നന്നായിട്ട് തന്നെ കഥ പറയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു ഭയങ്കര റഷ് ആയിട്ടാണ് ഫീൽ ചെയ്തത്, എങ്ങനെയും ക്ലൈമാക്സിൽ എത്തിപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് തീരെ കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല, പെട്ടെന്ന് ഗ്രാസ്പ് വിട്ട് പോലെ ഫീൽ ചെയ്തു. ഈ സിനിമ ഭയങ്കര ഓവർ ആക്ഷൻ ആൻഡ് ഗോർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ടൈപ്പ് ആവുന്നില്ല. അവർ വേണമെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുക. മൊത്തത്തിൽ ഒരു എൻഗേജിങ് പ്രീക്വല് തന്നെയാണ് ടു മാഡ് മാക്സ് ഫ്യൂറി റോഡ്. സൗണ്ട് ഡിസൈനും ഇതിന്റെ ഓരോ ടെക്നിക്കൽ വർക്കിനും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമ തന്നെയാണത്.